നിങ്ങൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റോറുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും യുനോ ടൈം ഔട്ട് എന്നോ അല്ലെങ്കിൽ സംതിങ് വെൻ റോങ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു യു ഐയിൽ ഒരു എറർ ഒബ്വിയസ്ലി യു മൈറ്റ് ഹാവ് സീൻ അറ്റ് സം പോയിന്റ് ഇൻ ടൈം റൈറ്റ്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്ന് നെറ്റ്വർക്ക് ലെവലിലെ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഇപ്പം നമ്മൾ ക്ലൗഡിനെ പറ്റി പഠിക്കുന്നത് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് നിങ്ങളൊരു സ്വിഗ്ഗിയിലെ ഒരു ക്ലൗഡ് എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, ലെറ്റ്സ് യു ആർ എ ക്ലൗഡ് എഞ്ചിനീയർ ഹു ഇസ് ആക്ച്വലി മാനേജിങ് സ്വിഗ്ഗീസ് cloud and resources in the cloud, and you got a ticket, customer is complaining that there is a slowness, they are not able to make an order. What are the things that you do? പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും അതിനകത്ത് ഒബ്വിയസ്ലി. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനകത്ത് പല കാര്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വിച്ച് ഈസ് അഗെയിൻ ഇറ്റ് ഗോസ് ബാക്ക് ടു ദാറ്റ് ടൈം ഔട്ട് മെസ്സേജ് ദാറ്റ് വി സി, വിച്ച് ഈസ് കോൾഡ് എസ് മെസ്സേജിങ് ആൻഡ് ക്യൂയിങ്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് മെസ്സേജിങ് ആൻഡ് ക്യൂയിങ്ങിനെ പറ്റിയിട്ട് പഠിക്കുന്നതിന് മുമ്പ് വാട്ട് വി വാണ്ട് ടു ലേൺ അബൌട്ട് ഈസ് അഗെയിൻ ഗോയിങ് ബാക്ക്, നമ്മൾ ഇതിന് മുൻപ് പഠിച്ചതാണിത്, monolithic architecture and micro services based architecture. Again, നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ റിലവൻറ്റ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് വൺസ് മോർ. മോണോലിത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സെർവറെ വാങ്ങിച്ചു, ആ സെർവറിനകത്ത് ലെറ്റ്സ് സേ ഇതൊരു 128 കോർ CPU ഉള്ളതാണ്, മെമ്മറി ഈസ് ലൈക്ക് 256 GB ഉള്ള മെമ്മറിയാണ്, സ്റ്റോറേജ് വാട്ടെവർ 1 TB സ്റ്റോറേജ് ആണ്. ഈ ഒരു സെർവറിൻ്റെ മുകളിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മൾ ഇപ്പോഴത്തെ എക്സാമ്പിളിൽ സ്വിഗ്ഗി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഇത് സ്വിഗ്ഗിയുടെ ഡാറ്റാ സെൻറ്ററിൽ ഇങ്ങനെ ഉണ്ടാവും. സ്വിഗ്ഗി ഇങ്ങനെയല്ല കേട്ടോ സ്വിഗ്ഗി ചെയ്യുന്നത്. ഇത് ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഇൻ മോണോലിത്തിക് ആർക്കിടെക്ചർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷന് പല ഭാഗങ്ങളുണ്ട്. അതായത് ഒരു UI ഉണ്ടാവും, ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, ഒരു ബാക്ക് എൻഡ് ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റോറേജ് ഉണ്ടാവും, പിന്നെ ഒരു പേയ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് വേറെ സർവീസ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒറ്റ ഒരു ഡിവൈസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒറ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒറ്റ റിസോഴ്സസുകൾ, CPUവിൻ്റെ കംപ്ലീറ്റ് റിസോഴ്സസുകളാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത് പണ്ടത്തെ കാലത്തായിരുന്നു. ഇപ്പോഴും ഉണ്ട് ചില സിസ്റ്റങ്ങൾ ഇപ്പോഴും ഇതേപോലത്തെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വെൻ കമ്പനി ബോട്ട് സം ഓഫ് ദീസ് റിസോഴ്സസ് ദേ ഹാവ് സ്പെൻഡ് എ ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു. അത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും ചില കമ്പനികളിൽ മോണോലിത്തിക് ആർക്കിടെക്ചറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഇൻ ദ ക്ലൗഡ്, വി ആർ ആക്ച്വലി മൂവിങ് ടുവേർഡ്സ് മൈക്രോ സർവീസസ് ബേസ്ഡ് ആർക്കിടെക്ചർ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗൈൻ നമ്മൾ പറഞ്ഞതാണ്, ബട്ട് ഇറ്റ് ഇസ് വേർത്ത് ടെല്ലിങ് വൺസ് അഗൈൻ. ക്ലൗഡിൽ സംഭവിക്കുന്നത് വെച്ചാൽ, ക്ലൗഡിൽ ഫൗണ്ടേഷൻ ലെവലിൽ ഇതേപോലത്തെ കുറേ സർവീസുകൾ തന്നെയാണ് ക്ലൗഡിലുള്ളത്. ഇതേപോലത്തെ ഒന്നല്ല, ഇത് ഒന്നിന് പകരം 1000 സർവീസുകൾ ഉണ്ടാവും. അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ what services you are using, which services, which area you are using, there will be multiple of these servers, and each of these servers will have CPUs, right? Each of the servers will have CPU, again 128 or 256 or 198 core, whatever is the CPU. അതേപോലെ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെർവറുകളേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്ലാറ്റ്ഫോം, അഗൈൻ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് നമ്മൾക്ക് ഇതിനെയൊക്കെ അനുവദിച്ചത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസ് ടെക്നോളജീസ് വെർച്വലൈസേഷൻ. ഈ CPUവിനെയും മെമ്മറിനെയും വെർച്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അഗെയിൻ ലെറ്റ്സ് സേ സ്വിഗ്ഗി എന്ന് പറയുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. സ്വിഗ്ഗി എന്ന് പറയുന്ന എക്സാമ്പിൾ, അഗൈൻ ഐ എം ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലി ടെല്ലിങ്, ലെറ്റ്സ് സേ ദർ ഈസ് എ ഫ്രണ്ട് എൻഡ് സർവീസ് ഫോർ ഇറ്റ്, ദർ ഈസ് എ ബാക്ക് എൻഡ് സർവീസ് ഫോർ ഇറ്റ്. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന UIനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒബ്സർവ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഫുഡ് ഓർഡർ ചെയ്യുന്നത്, ആ UI ഇൻട്രാക്ഷൻ തന്നെയാണ് ഫ്രണ്ട് എൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക് എൻഡ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റോറേജുകളും ബാക്ക് എൻഡ് ചെയ്യുന്ന പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ. ഈ ബാക്ക് എൻഡിൽ തന്നെ പലതും ഉണ്ടാവും. ലെറ്റ്സ് സേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം, പേയ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞ സർവീസ് ഉണ്ടാവും. വേറൊരു സർവീസ്, ഫോർ എക്സാമ്പിൾ ഫുഡിൻ്റെ ഇൻവെൻട്രി സർവീസുകൾ ഉണ്ടാവും. ഏതൊക്കെ ഫുഡാണ് ഏതൊക്കെ ഹോട്ടലുകളിലാണ് ഉള്ളതെന്നുള്ള ഇൻവെൻട്രി സർവീസ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഡിസ്പാച്ച് സർവീസ് ഫോർ എക്സാമ്പിൾ, റൈറ്റ്? കാരണം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് ഡിസ്പാച്ച് ചെയ്ത് വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ഫുഡ്. അങ്ങനെ ഇങ്ങനെ മൾട്ടിപ്പിൾ സർവീസസുകൾ എല്ലാം ഒരുമിച്ച് ആണ്, കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ സ്വിഗ്ഗി എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഓരോ ആപ്ലിക്കേഷൻസും ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു സർവീസസ് ഒരു ഇൻസ്റ്റൻസിൽ റൺ ചെയ്യും. ബാക്ക് എൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ ബാക്ക് എൻഡ് ഒരു സർവീസ് ഒരു ഇൻസ്റ്റൻസിൽ റൺ ചെയ്യും. ഇൻവെൻട്രി വേറെ ഇൻസ്റ്റൻസുകൾ, ഇതുപോലത്തെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസുകളിൽ നമുക്ക് റൺ ചെയ്യാം. നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് പഠിച്ച സമയത്ത് കണ്ടതാണ് അത്. മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസുകളിൽ സെയിം സർവീസുകൾ റൺ ചെയ്യും ഫോർ റിഡൻഡൻസി പർപ്പസ്, റൈറ്റ്. പക്ഷേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സർവീസുകളും ഈ പറയുന്ന പോലെ പണ്ടത്തെ മൊണോലിത്തിക് ആർക്കിടെക്ചറിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നതിന് പകരം what we have done is we virtualize the entire system and we broken each of these services and we are actually running it on individual instances as such, right? അതാണ് മൈക്രോ സർവീസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി ഇത് എഫക്റ്റീവായിട്ട് റൺ ചെയ്യണമെങ്കിൽ, സോ വി ഹാവ് കം ഫ്രം മൊണോലിത്തിക് ടു മൈക്രോ സർവീസ്. ഇനി ഇത് എഫക്റ്റീവായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ സർവീസുകളും ഫ്രണ്ട് എൻഡ് സർവീസ്, ബാക്ക് എൻഡ് സർവീസ്, പേയ്മെൻറ്റ് സർവീസ്, ഇൻവെൻറ്ററി, ഡിസ്പാച്ച്, ഈ ഓരോ സർവീസുകളും ഈ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഈച്ച് അതർ ഇൻ റെലവൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് മാനർ. ഓക്കെ, എപ്പോഴൊക്കെയാണ് അതിന് ഇമ്പോർട്ടൻറ്റ്, എപ്പോഴൊക്കെയാണ് അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, സ്പെസിഫിക് ആയിട്ട് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കുമ്പോൾ വൺ ഓഫ് ദ റീസൺസ്, ഐ എം നോട്ട് ടെലിംഗ് ദാറ്റ് ഈസ് ഓൺലി റീസൺ, വൺ ഓഫ് ദ റീസൺ ഇസ് നമ്മൾ ടൈം ഔട്ട് ഇഷ്യൂ അല്ലെങ്കിൽ ദർ ഈസ് എ പ്രോബ്ലം ഇൻ ഗേറ്റ് വേ പ്രോബ്ലംസ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചില ഇഷ്യൂസ് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അഗൈൻ ഗോയിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ ആസ്ക്ഡ് ഐ എം സീയിങ് എസ് പെർട്ടിക്കുലർ ഒരു സെനാരിയോ നിങ്ങൾക്ക് തരും ഇൻ്റർവ്യൂവർ. ഓക്കെ, എൻ്റെ കസ്റ്റമർ ഇങ്ങനെ ടൈം ഔട്ട് ഇഷ്യൂ കാണുന്നുണ്ട്, നിങ്ങളാണ് ഒരു ക്ലൗഡ് എഞ്ചിനീയർ, വാട്ട് ഓൾ തിങ്സ് യു വിൽ ഡു? വൺ ഓഫ് ദ സർവീസ് യു ഷുഡ് ടോക്ക് അബൌട്ട് ഈസ് മെസ്സേജിങ് ആൻഡ് ക്യൂയിങ്, ബിക്കോസ് whenever there is a time out, that means there is a problem in sending the message between these services. So we have to see what that messaging and queuing look like, how it is being configured. So അതാണ് അപ്പോൾ ഈ ഡിഫറെൻറ്റ് റിസോഴ്സസുകൾ തമ്മിൽ ഓർ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് സ്വിഗ്ഗി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വി ഷുഡ് മേക്ക് ഷുവർ വി ആർ ബിൽഡിങ് എ പ്രോപ്പർ മെസ്സേജിങ് ആൻഡ് ക്യൂയിങ് സർവീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മെസ്സേജിങ് ആൻഡ് ക്യൂയിങ് സർവീസസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളിപ്പം മനസ്സിലാക്കി എന്തിനു വേണ്ടിയിട്ടാണ് മെസ്സേജിങ് ആൻഡ് ക്യൂയിങ് വേണ്ടത് എന്നുള്ളത്. കാരണം മൈക്രോ സർവീസസ് ബേസ്ഡ് ആർക്കിടെക്ചറിനകത്ത് ഒരു ആപ്ലിക്കേഷൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസുകളിൽ റൺ ചെയ്യും ആൻഡ് ഈ ഇൻസ്റ്റൻസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നടത്തുന്ന സാധനമാണ് മെസ്സേജിങ് ആൻഡ് ക്യൂയിങ്. ഇനി AWSലെ ഈ മെസ്സേജിങ് ആൻഡ് ക്യൂയിങ് സർവീസിൽ 3 ടൈപ്പ് മെസ്സേജിങ് ആൻഡ് ക്യൂയിങ് സർവീസസുകളുണ്ട്. അതിനകത്ത് ഒന്ന്, അഗൈൻ ദിസ് ഈസ് നോട്ട് വൺ ഓർ ദ അതർ, വി യൂസ് ഓൾ ഓഫ് ദിസ് 2 or 3 ഓഫ് ദിസ് തിങ് ടുഗെദർ. അതിനകത്ത് ഒന്ന് ഇവൻറ്റ് ബ്രിഡ്ജ് എന്നാണ് എൻ്റെ പേര്. ഈ ഇവൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് whenever there is an event triggered, based on that event I will redirect that message to the component. For example, നമ്മൾ നേരത്തെ പറഞ്ഞു, അഗെയിൻ സ്വിഗ്ഗിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് എൻഡ് സർവീസ് ഉണ്ട്. let's call it as search service. ഓക്കെ, ഒരു ഫ്രണ്ട് എൻഡ് സർവീസ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് സർവീസിൽ നമ്മൾ യു ഐ ആണ് ഫ്രണ്ട് എൻഡ് സർവീസ്. ഫ്രണ്ട് എൻഡ് ഇസ് നത്തിങ് ബട്ട് ദ യു ഐ. പിന്നെ ഒരു സെർച്ച് ഉണ്ട്, കാരണം നമുക്ക് ഇനി അവിടെ കയറിയിട്ട് ഫുഡ് എവിടേക്കുള്ളത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ലെറ്റ്സ് എന്തെങ്കിലും ഒരു ഫുഡ് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ആ സെർച്ച് പോയിട്ട് എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻവെൻട്രി സർവീസിൽ പോകും. ഈ ഇൻവെൻട്രി സർവീസിനകത്ത് നിന്ന് എല്ലാ അവൈലബിൾ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ വാട്ട് ആർ ദ അവൈലബിൾ, യു ക്യാൻ ഗോ ആൻഡ് ആഡ് ദാറ്റ് ടു ദ കാർട്ട്. ഈ ഇൻവെൻട്രി സർവീസ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് എ കൺഫർമേഷൻ, റൈറ്റ്. അഗൈൻ സ്വിഗ്ഗി ഇങ്ങനെ എക്സാക്ട്ലി ഇങ്ങനെ നല്ല അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐ എം ജസ്റ്റ് ടെലിംഗ് ഫോർ ദ സേക്ക് ഓഫ് ദിസ് എക്സാമ്പിൾ. കൺഫർമേഷൻ, ഓർഡർ കൺഫർമേഷൻ എന്ന് പറയുന്ന വേറൊരു സർവീസ്. ഓർഡർ കൺഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് എ ദർ ഇസ് അനദർ സർവീസ് കോൾഡ് പേയ്മെൻറ്റ്, റൈറ്റ്. അഗൈൻ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഒരിക്കലും എക്സാക്ട് ഇത് ചോദിക്കില്ല, ദേ വിൽ ജസ്റ്റ് സീ ഹൗ ഡു യു തിങ്ക് അബൌട്ട് ദിസ്. ആൻഡ് ദെൻ ദിസ് ഈസ് കോൾഡ് ഡിസ്പാച്ച് സർവീസ്. ഓക്കെ, ഇങ്ങനെ ഒരു 5-6 സർവീസുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻറ്റ് സർവീസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇവൻ്റാണ് ട്രിഗർ ചെയ്യുന്നത്. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു സാധനത്തിനെ സെർച്ച് ചെയ്തു, അപ്പോൾ ഓക്കെ സെർച്ച് ഇവൻ്റാണ് ട്രിഗർ ചെയ്തത്. സെർച്ച് ഇവൻറ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ സെർച്ച് ഇവൻറ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവൻറ്റ് സർവീസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓക്കെ സെർച്ച് ഹാസ് ബീൻ ട്രിഗേർഡ്, ഐ എം ഗോയിങ് ടു സെൻഡ് ഇറ്റ് ടു ദ സെർച്ച് സർവീസ്. ആ സെർച്ച് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സെർച്ച് അങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എടുക്കുന്ന ഇൻവെൻട്രി ഇങ്ങോട്ടേക്ക് എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ ഇൻവെൻട്രി ഈസ് ആക്ച്വലി പുഷ്ഡ് ഹിയർ, റൈറ്റ്. അപ്പോൾ ഇൻവെൻട്രി സർവീസ് സെർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇവൻറ്റ് ബ്രിഡ്ജ് മനസ്സിലാക്കും, ഓക്കെ നൗ ഐ ഹാവ് ടു ഗെറ്റ് ദ ഇൻവെൻട്രീസ്. അങ്ങനെ ഇൻവെൻട്രി സർവീസിലെടുത്ത് ഈ മെസ്സേജുകൾ അയക്കും. അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഇവൻറ്റ്, ലെറ്റ്സ് ഫൈനലി ഒരു പേയ്മെൻറ്റിൻ്റെ അടുത്ത് UIയിലുള്ള പേയ്മെൻറ്റിൻ്റെ സ്ഥാനത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് വിചാരിച്ചു. അപ്പോൾ ഇവൻറ്റ് മനസ്സിലാവും, ഓക്കെ ഇറ്റ്സ് പേയ്മെൻറ്റ്, ഐ ഹാവ് ടു ഗോ ആൻഡ് ട്രിഗർ ദ പേയ്മെൻറ്റ് സർവീസ്, റൈറ്റ്? അപ്പോൾ ഓരോ ഇവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഏത് ഡിപ്പെൻഡിങ് ഓൺ ദി ഇവൻറ്റ് ഇറ്റ് ആക്ച്വലി റീഡയറക്ട് ദ എൻറ്റയർ മെസ്സേജ് ടു ദാറ്റ് പെർട്ടിക്കുലർ സർവീസ്. അതാണ് ഈ ഇവൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സർവീസ് ചെയ്യുന്നത്. അടുത്ത ഒരു സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജിങ് ക്യൂ എന്നാണ് പറയുന്നത്. SQS എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ആമസോൺ SQS, സിമ്പിൾ ക്യൂ സർവീസ്. സിമ്പിൾ ക്യൂ സർവീസ്. ഈ സിമ്പിൾ ക്യൂ സർവീസിന് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ലെറ്റ്സ് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ എക്സാമ്പിൾ എടുത്തതുപോലെ ഫ്രണ്ട് എൻഡിനകത്ത് നിന്ന് നമ്മളൊരു സെർച്ച് ഇങ്ങനെ സെർച്ച് സെൻഡ് ചെയ്തു. സെർച്ചിനകത്ത് നിന്ന് കുറേ ഇൻവെൻട്രി എടുത്തു എന്ന് വെച്ചാൽ, അപ്പോൾ ബിറ്റ്വീൻ ഫ്രണ്ട് എൻഡ് സെർച്ച്, ലെറ്റ്സ് സിംപ്ലിഫൈ, ലെറ്റ്സ് സെർച്ച് ചെയ്തു. ഓക്കെ, സെർച്ച് സർവീസ് എന്ത് ചെയ്തു, ഇൻവെൻട്രി എടുത്തു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രി, ഓക്കെ, ഈ സെർച്ച് സർവീസിൽ ഇൻവെൻട്രി എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇനീഷ്യലി ഇപ്പം മെസ്സേജ് ക്യൂ ഇല്ലാന്ന് വിചാരിച്ചോ. അപ്പോൾ സെർച്ച് എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവെൻട്രി സർവീസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ മെസ്സേജ് പോകും. ഓക്കെ, ഈ മെസ്സേജ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഫോർ സം റീസൺ ഈ ഇൻവെൻട്രി സർവീസ് വാസ് ബിസി, ഓർ ഈ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ നമ്മൾ ഏതൊരു ഇൻസ്റ്റൻസിലാണോ നമ്മുടെ ഇവൻറ്റ് ബ്രിഡ്ജസ് ഇതിനെ റീഡയറക്റ്റ് ചെയ്തത്, ഫോർ സം റീസൺ ആ പെർട്ടിക്കുലർ സർവീസ് ഡൗൺ ആയിരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഇറ്റ് വാസ് കൺസ്യൂമിങ് ലോട്ട് ഓഫ് സർവീസസ്, ഇറ്റ് ഡസൻറ്റ് ഹാവ് CPU സൈക്കിൾ ടു പ്രോസസ് ഇറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആയിപ്പോകും. അപ്പോൾ ഈ സെർച്ച് എന്ന് പറഞ്ഞ ഈ മെസ്സേജ് ഇവിടെ സെർച്ച് ആകെ ചെയ്യുന്നതൊക്കെ എന്താണ് നിങ്ങൾ സെർച്ച് ചെയ്തത്, ഒരു സ്പെസിഫിക് ഫോർമാറ്റിൽ ഈ ഇൻവെൻട്രി സർവീസ് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയുള്ളൂ. ഇതിനവിടെ എത്തിയോ കിട്ടിയോ ഇതാക്കിയോ എന്നുള്ള കാര്യമൊന്നും സെർച്ച് നോക്കത്തില്ല. അപ്പോൾ ഇൻവെൻട്രി സർവീസ് മാത്രമേ അതിനെ പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഇൻ കേസ് ഫോർ സം റീസൺ ഇവൻറ്റ് ബ്രിഡ്ജ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിലേക്ക്, ഏതൊരു ഇൻസ്റ്റൻസിലേക്കാണോ അത് അയച്ചത് ആ ഇൻസ്റ്റൻസിന് ബിസി ആയിരുന്നു, അതിന് ഇപ്പം ഈ മെസ്സേജ് കൺസ്യൂം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എങ്കിൽ എന്താവും വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആവും. അങ്ങനെ ഡ്രോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗൈൻ വി വിൽ സി ഓക്കെ ദർ ഈസ് എ ടൈം ഔട്ട് ഹാപ്പനിങ് ഓർ വാട്ട് എവർ, റൈറ്റ്? അപ്പോൾ ഇതിന് ഉള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഈ SQS എന്ന് പറയുന്ന സാധനം. ഇതിന് ഡയറക്റ്റ്ലി ഈ സർവീസിലേക്ക് സെൻഡ് ചെയ്യാതെ സെർച്ച് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർച്ച് സർവീസ് SQS എന്ന് പറയുന്ന ഒരു സർവീസിൽ ഈ മെസ്സേജ് സെൻഡ് ചെയ്യും. ഓക്കെ, SQS. അപ്പോൾ ഈ SQSൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ലുക്ക് somewhat ലൈക്ക് ദിസ്. ഓക്കെ, സെർച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി ഗോയിങ് ടു ഇൻവെൻട്രി ഇറ്റ്സ് ഗോ ടു ദ SQS. ഈ SQSൽ സെർച്ച് പല ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് again നമ്മൾ ഓട്ടോ സ്കെയിലിങ്ങിൽ ലോഡ് ബാലൻസറിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഇവൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം ഏത് കറക്റ്റ് സർവീസസിലാണ് കൊടുക്കേണ്ടതെന്നുള്ളതനുസരിച്ചിട്ട് അത് കറക്റ്റ് സർവീസസിൽ കൊടുക്കും. അപ്പോൾ പല സെർച്ചുകളുണ്ടാവും, പല കസ്റ്റമേഴ്സിൻ്റെ പല സെർച്ചുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കണ്ടക്സ്റ്റും ഡീറ്റെയിൽസും ഒക്കെ വേണം അതിനകത്ത്. ലെറ്റ്സ് സേ ആ ഒരു ഇൻസ്റ്റൻസ് ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ഡൗൺ, the messages that has been sent by the search is still not lost. The SQS will still hold those services, right? And whenever the inventory is coming back, it can actually come in and grab the particular message. Again, ഈ SQSന് ഒരു ടൈം ഔട്ട് വാല്യൂ ഒക്കെ ഉണ്ട്, ഒരു ടൈമറൊക്കെ ഉണ്ട്. ആ ടൈമർ വരെ ഈ മെസ്സേജ് ക്യൂവിൽ ഉണ്ടാവും. If somebody has consumed that message, then it will be gone. Otherwise, if it is not consumed, the message will be always going back to the queue. അപ്പോൾ എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിൽ ഇൻവെൻട്രി സർവീസിനോ അല്ലെങ്കിൽ ഏത് സർവീസാണ് കൺസ്യൂം ചെയ്യുന്ന സർവീസിന് വന്നിട്ട് മെസ്സേജ് എടുക്കാം. എഗെയിൻ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസറിന് ഇതിന് പ്രൊഡ്യൂസർ എന്നാണ് പറയുക. ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സാധനത്തിന് പ്രൊഡ്യൂസർ എന്നാണ് പറയുക. ഇത് മെസ്സേജ് കൺസ്യൂം ചെയ്യുന്ന സർവീസസിന് കൺസ്യൂമർ എന്നാണ് പറയുക. ഓക്കെ, പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ ഇതാണ് SQS. ഇനി വൺ മോർ ഉണ്ട്, അതിൻ്റെ പേരാണ് SNS എന്ന് പറയും, അതായത് സിമ്പിൾ നോട്ടിഫിക്കേഷൻ സർവീസ്. ആമസോണിൻ്റെ മൂന്നാമത്തെ മെസ്സേജിങ് സർവീസസ് ആണ് SNS അല്ലെങ്കിൽ സിമ്പിൾ നോട്ടിഫിക്കേഷൻ സർവീസ്. ഇതെന്ന് പറയുന്നത് ഒരു പബ്ലിഷ് വേഴ്സസ് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന
പേര് വിട്ടുപോയി, പബ്ലിഷ് വേഴ്സസ് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു മോഡലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സർവീസുകൾക്ക് ഈ SNS ഒരു പബ്ലിഷറിൻ്റെ അടുത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഓർഡർ മാനേജ്മെൻറ്റിന് നമുക്ക് ഈ സെർച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെർച്ച് എന്ന് പറയുന്ന പിന്നെ പബ്ലിഷർ, സെർച്ച് എന്ന് പറയുന്ന സർവീസ് whenever it publishes something, it will be sent to all the subscribed service. Let's say it's an inventory management, let's say it is order management or whatever, right? അപ്പോൾ whenever ഈ പറയുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഓർഡർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റൻസുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസിൻ്റെ മെസ്സേജസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെർച്ച് whenever there is a search, അതുകൊണ്ടാണ് ഇത് നോട്ടിഫിക്കേഷൻ, ഇത് സിമ്പിൾ നോട്ടിഫിക്കേഷൻ സർവീസാണ്. whenever there is a notification, immediately this will actually push the message to these other instances. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങും പരിപാടികളൊന്നുമില്ല. ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയും, ഓക്കെ എനിക്കൊരു സെർച്ച് ഉണ്ട്, ഞാനിത് നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്, സോ ഐ എം ഗോയിങ് ടു സെൻഡ് ദിസ് ടു ഓൾ ഓഫ് യു പീപ്പിൾ ഹു ആർ ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ SNS എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ മെസ്സേജസ് പുഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് പറയുന്ന പോലെ SNSഉം EventBridgeഉം SQSഉം എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. യു നീഡ് ടു ഇംപ്ലിമെൻറ്റ് ഓൾ ഓഫ് ദോസ് തിങ്സ് ഫോർ ആൻ ഇഫക്റ്റീവ് സൊല്യൂഷൻ ആസ് സച്ച്. കാരണം ഒരു ഇവൻറ്റ് വന്നു, ആ ഇവൻറ്റ് ബ്രിഡ്ജാണ് തീരുമാനിക്കുന്നത്, ഓക്കെ ഈ ബേസിക് ഇവൻ്റാണ് ഞാൻ കാണുന്നത്, അപ്പോൾ ഏത് സർവീസിലേക്കാണ് ഈ മെസ്സേജ് അയക്കേണ്ടതെന്നുള്ളത് EventBridge ഡിസൈഡ് ചെയ്യും. SQS എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മെസ്സേജസ് ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ EventBridge ഡയറക്റ്റ് ചെയ്യും ഏത് ഇവൻ്റ് അനുസരിച്ചിട്ട് ഏത് സർവീസസിലേക്കാണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് EventBridge ഡിസൈഡ് ചെയ്യും. വൺസ് ഒരു പെർട്ടിക്കുലർ മെസ്സേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ SNS വഴി ആരൊക്കെയാണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സർവീസുകളിലേക്കും മെസ്സേജ് അയക്കും SNS വഴി. പക്ഷേ നമുക്ക് SQSഉം വേണം, കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് അയച്ചിട്ട് ഇൻ കേസ് സർവീസ് ഡൗൺ ആയാൽ ആ മെസ്സേജ് കളയാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിവിടെ SQSഉം വേണം. അപ്പോൾ ഓൾ ദീസ് സർവീസസ്, EventBridge, മെസ്സേജ് SQS ആൻഡ് SNS work together for an effective solution. അപ്പോൾ ഇത് again out of many reasons, one of the reason where there is a slowness or whether there is a ഒരു എൻഡ് യൂസർ ഒരു പെർട്ടിക്കുലർ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ആ ഓർഡർ വർക്കാവുന്നില്ല. ദിസ് കുഡ് ബി വൺ ഓഫ് ദ റീസൺ. അഗൈൻ വി ആർ കംപ്ലീറ്റ്ലി എലിമിനേറ്റിംഗ് നെറ്റ്വർക്ക്. നമ്മൾ നെറ്റ്വർക്കിങ്ങിനെ പറ്റിയിട്ട് പറയുന്നതില്ല. ഈ പെർട്ടിക്കുലർ സെഷൻ ക്ലൗഡിനെ പറ്റി ആയതുകൊണ്ട് ഇൻസൈഡ് ക്ലൗഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അഗൈൻ അതിനകത്ത് പല റീസൺസ് ഉണ്ടാകും. ചിലപ്പോൾ ഇൻസ്റ്റൻസ് ഡൗൺ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഇൻസ്റ്റൻസ് മൈക്രോ സർവീസസിലെ വൺ ഓഫ് ദി ഇൻസ്റ്റൻസ് ഡൗൺ ആയതുകൊണ്ടായിരിക്കാം, അവൈലബിലിറ്റി സോൺ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടാകും. അങ്ങനെ പല റീസൺസുകളും ഉണ്ടാവാം. പക്ഷേ അഗൈൻ coming on this particular topic, messaging and queuing, this is one of the many things. As a cloud engineer, you have to go and see what is happening and why it's happening. Hope this was helpful for you.